ദീപയോട് തന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ജയലാലിന്റെ അച്ഛനും അമ്മയും സ്വർണം കാണാനായി ഇന്നിവിടേക്ക് വരും. പക്ഷെ അതറിഞ്ഞിട്ടും അവൾ ഇന്ന് ഇവിടെ നിൽക്കാതെ എന്തോ ആവശ്യം പറഞ്ഞ് രാവിലെ തന്നെ പുറത്തേക്ക് പോയി. ഞാൻ ചോദിച്ചപ്പോൾ അവൾ അതിന് 100 കൂട്ടം കാരണങ്ങളാണ് എന്റെ മുൻപിലേക്ക് നിരത്തിയത്. നിങ്ങളൊക്കെ ഇപ്പോൾ പ്രായവും പക്വതയും ഒക്കെ എത്തിയ പെൺകുട്ടികളാണ്. അന്നേരം നിങ്ങളെ ഉപദേശിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഭാഗ്യലക്ഷ്മിയെ ആശ്വസിപ്പിക്കുകയാണ് ദീപ. ഒരു കുഴപ്പവും പറ്റില്ലമ്മേ, അവൾക്കൊരിക്കലും തെറ്റൊന്നും പറ്റില്ല. അങ്ങനെ ആയാൽ നല്ലത് എന്ന് പറഞ്ഞ് ദീപയെ ഒരുക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അന്നേരം വിജയകുമാർ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്, പറഞ്ഞ സമയത്ത് തന്നെ അവർ വരുമോ? എനിക്ക് ഇതിനകത്ത് കുത്തിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. എന്താ മോൾക്ക് വേണ്ടി ഭാരിച്ച പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? ഇത് കേട്ട് വിജയകുമാർ ചോദിക്കുകയാണ്, മരുമകനാകാൻ പോകുന്നവന്റെ അമ്മയും അച്ഛനുമാണ് വരുന്നത്. ആ സമയത്ത് നിന്റെ ഇളയ മകൾ എവിടേക്കാ ഇറങ്ങിപ്പോയത്? തെണ്ടാനായിരിക്കും പോകുന്നതെന്ന് വിജയകുമാർ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ മകൾ അങ്ങനെ തെണ്ടാനൊന്നും പോകില്ല. ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ്, ആര് പറഞ്ഞു അവൾ അങ്ങനെ പോകില്ല എന്ന്? കണ്ട ഗുണ്ടകളുമായിട്ടാണ് അവളുടെ ഇപ്പോഴത്തെ കൂട്ട്. അങ്ങനെ ദിയയുടെ കാര്യം പറഞ്ഞ് കുറച്ച് തർക്കുകയാണ് രണ്ടുപേരും. അന്നേരം കാറിന്റെ ശബ്ദം കേട്ട് വിജയകുമാർ പറയുകയാണ്, തർക്കം ഒഴിവാക്കിക്കോ, വന്നിട്ടുണ്ട് ഒരു ജയിൽ പുള്ളിയും അവരുടെ ഭർത്താവും. കാറിലിരുന്ന് തന്നെ അന്നേരം ഗംഗാധരൻ പറയുകയാണ്, രാഗം ഇവിടെ വച്ചെങ്കിലും എനിക്ക് കുറച്ച് വില തരണേ. രാഗിണി കളിയാക്കുകയാണ്, 1,10,00,000 വിലയിട്ടോ, അത് ഞാൻ തരാം. കാലണയുടെ വിലയില്ലാത്ത നിങ്ങൾക്ക് ഒരു വെള്ളിക്കാശിന്റെ വില പോലും ഞാൻ തരില്ല. ഇറങ്ങെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങുകയാണ് കാറിൽ നിന്നും. വീടൊക്കെ എങ്ങനെയുണ്ട് ഗംഗയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് പറയുകയാണ് ഗംഗാധരൻ. രാഗിണി പറയുകയാണ്, അങ്ങനെ ഒരു മറുപടിയല്ല എനിക്ക് വേണ്ടത്. നല്ലതാണോ മോശമാണോ? തരക്കേടില്ലാന്ന് പറയുകയാണ് ഗംഗാധരൻ. അത് കേട്ട് ദേഷ്യപ്പെട്ട് രാഗിണി പറയുകയാണ്, താടിക്കിട്ട് തട്ടും ഞാൻ, കൊള്ളില്ല, നമ്മുടെ വീടിന്റെ അത്ര തന്നെ. അന്നേരം പുറത്തേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മിയും വിജയകുമാറും. അവരെ കണ്ട് രാഗിണി പറയുകയാണ്, ജയന്റെ അച്ഛൻ വന്നിറങ്ങിയപ്പോഴേ പറഞ്ഞു പെങ്കൊച്ചിന്റെ വീട് നമ്മുടെ വീടിന്റെ അത്രയും പോരാന്ന്. പിന്നീട് വിജയകുമാറിനോട് വിശേഷങ്ങൾ തിരക്കുകയാണ് രാഗിണി. സസ്പെൻഷനൊക്കെ കഴിഞ്ഞോ എന്ന് ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ് രാഗിണി. ഗംഗാധരനോട് വിജയകുമാർ ചോദിക്കുകയാണ്, മിലിറ്ററിയിലായിരുന്നു അല്ലേ? അതെ, 22 years. പട്ടാളക്കാരനാണെന്ന് കാണുമ്പോഴേ തോന്നുമെന്ന് വിജയകുമാർ പറയുമ്പോൾ രാഗിണി പറയുകയാണ്, ഈ നീളവും തൂക്കവും ഒക്കെ ഉള്ളൂ. രാഗിണിയുടെ സംസാരം കേട്ട് വിജയകുമാർ മനസ്സിൽ കരുതുകയാണ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യവാൻ. രാഗിണി പറയുകയാണ്, ഞാൻ ജയിലിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്റെ കൺട്രോളിലാണ് പോകുന്നത്. പിന്നെ പെണ്ണിന്റെയും ചെറുക്കന്റെയും ജാതകമൊക്കെ നോക്കിച്ചായിരുന്നോ? വിജയകുമാർ പറയുകയാണ്, ഭാഗ്യമാണ് നോക്കിച്ചത്. രാഗിണി ചോദിക്കുകയാണ്, എന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ എന്റെ മോന്റെ ഭാഗ്യം കൂടുമോ ഭാഗ്യലക്ഷ്മി? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നല്ല പൊരുത്തമുണ്ടെന്നാണ് പറഞ്ഞത്. രാഗിണി പറയുകയാണ്, പൊരുത്തമൊക്കെയുണ്ട്, പക്ഷേ അതിനിടയിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. പെൺകുട്ടി എന്തൊക്കെയോ പേരുദോഷമുണ്ടാക്കിയ കൂട്ടത്തിലാണ്. അന്നേരം അവിടേക്ക് വരികയാണ് ദീപ. അങ്ങനെയൊന്നുമില്ലാന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ വിജയകുമാർ ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? രാഗിണി പറയുകയാണ്, ജാതകം നോക്കിയ ജ്യോത്സ്യൻ തന്നെ. പിന്നീട് ദീപയോട് ചോദിക്കുകയാണ്, അതിനെപ്പറ്റി ജയൻ നിന്നോടൊന്നും പറഞ്ഞില്ലേടി? ഗംഗാധരൻ ചോദിക്കുകയാണ്, ഓരോരോ ജ്യോത്സ്യര് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നമുക്കിങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഒക്കുമോ എന്ന് പറഞ്ഞു തീരുമ്പോൾ ഗംഗാധരനെ ഒന്ന് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് രാഗിണി. നേരം ഗംഗാധരനോട് തർക്കിക്കുകയാണ് രാഗിണി. ഞാൻ ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞത് ആ ജ്യോത്സ്യരല്ലേ? അന്ന് അത് കേട്ടിട്ട് നിങ്ങൾ എന്തുവാ പറഞ്ഞത്? ഞാൻ അങ്ങേർക്ക് ദക്ഷിണ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. രാഗിണി പറയുകയാണ്, ജ്യോത്സ്യന്റെ പ്രവചനം തെറ്റുമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ അന്നങ്ങനെ പറഞ്ഞത്? എനിക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ വിജയ, ദേ നോക്കിയേ, പറഞ്ഞതുപോലെ പറ്റിയില്ലേ? അതുകൊണ്ടാണ് എനിക്ക് നേരിയ ചില ആശങ്കകളൊക്കെ ഉള്ളത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോളായിട്ട് ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വർണങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നോ എന്ന് രാഗിണി ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി ദീപയോട് പറയുകയാണ്, മോളെ കൊണ്ടുപോയി കാണിക്ക്. ആ അമ്മയെന്ന് വിളിച്ച് രാഗിണിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ദീപ. അവർ പോയതിനു ശേഷം ഗംഗാധരൻ പറയുകയാണ്, ഇത്തിരി ചൂട് കൂടുതലാണ് രാഗത്തിന്, എന്തും വെട്ടി തുറന്നങ്ങ് പറയും. നമ്മളൊരാൾ താഴ്ന്നാലല്ലേ വീട്ടിനകത്ത് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഇല്ലാതിരിക്കൂ. അതുകൊണ്ട് രാഗത്തിനോട് ഞാൻ കലഹിക്കാറുമില്ല. വിജയകുമാർ പറയുകയാണ്, എന്നാലും പരിസരം മറന്ന് സംസാരിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. അത് ശരിവെക്കുകയാണ് ഗംഗാധരൻ. ഒരിക്കൽ ഞാനൊന്ന് പൊട്ടിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് പിന്നീട് അനങ്ങിയിട്ടില്ല. ഇത് കേട്ട് ചിരിച്ച് വിജയകുമാർ മനസ്സിൽ കരുതുകയാണ്, ലക്ഷണം കണ്ടിട്ട് പറഞ്ഞ ആൾക്കായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാകുക. പിന്നീട് സ്വർണങ്ങളെല്ലാം നോക്കുകയാണ് രാഗിണി. സ്വർണങ്ങളെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ് രാഗിണി. രാഗിണി ചോദിക്കുകയാണ്, ഇതെല്ലാം ഒരു സ്വർണ്ണക്കടയിൽ നിന്നല്ലേ വാങ്ങിയത്? 2 നിന്നാണ് വാങ്ങിയതെന്ന് ദീപ പറയുമ്പോൾ രാഗിണി ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? നീയും കൂടി പോയില്ലേ? അമ്മയാണോ വാങ്ങിയത്? ദീപ പറയുകയാണ്, അത് പണിക്കൂലി കുറവായിരുന്നു ഒരിടത്ത്.
എന്നാ പിന്നെ എല്ലാം അവിടെ നിന്ന് വാങ്ങിയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ് അവിടെ സെലക്ഷൻ കുറവായിരുന്നു. അന്നേരം ഭാഗ്യലക്ഷ്മി വരുമ്പോൾ രാഗിണി ചോദിക്കുകയാണ് 2 കടയിൽ നിന്നാണല്ലോ സ്വർണം വാങ്ങിയിരിക്കുന്നത്, എല്ലാം 916 ഒക്കെ തന്നെയാണല്ലോ, കുഴപ്പമൊന്നുമില്ല, പുതിയ സ്വർണമൊക്കെ തന്നെയാണ്, പിന്നെ വാങ്ങിയപ്പോൾ 2 കടയിൽ നിന്നും വാങ്ങണ്ടായിരുന്നു, 101 പവൻ കൃത്യമാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. രാഗിണി പറയുകയാണ് കാഴ്ചക്കാരൊന്നും ഒരുപാട് ഉണ്ടാകില്ല, പക്ഷെ വരുന്നവരെന്നും കുറ്റം പറയാൻ പാടില്ല, മരുമോളെയും അവളുടെ വീട്ടുകാരെയും കൊച്ചാക്കാനും പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. അതേസമയം അവിടെ ഗംഗാധരൻ യുദ്ധത്തിന് പങ്കെടുത്ത കഥകളൊക്കെ വിജയകുമാറിനോടങ്ങനെ വിവരിക്കുകയാണ്. ഇത് കേട്ട് അങ്ങേര് പട്ടാള കഥ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു വരികയാണ് രാഗിണി. രാഗിണി പറയുകയാണ് പട്ടാളത്തിൽ ഇങ്ങേര് കുക്കായിരുന്നു, അതുകൊണ്ടൊരു ഗുണമുണ്ട്, പിരിഞ്ഞു വന്നതിന് ശേഷം അടുക്കള ഭരണം ഇങ്ങേരെ അങ്ങ് ഏൽപ്പിക്കാൻ പറ്റി. ഗംഗാധരൻ ചോദിക്കുകയാണ് സ്വർണമൊക്കെ കണ്ടായിരുന്നോ? കണ്ടു, കുഴപ്പമില്ല, 101 പവൻ തികച്ചുമുണ്ട്. സംസാരമൊന്ന് ശ്രദ്ധിച്ച് ഭാഗ്യലക്ഷ്മിയെ നോക്കുകയാണ് വിജയകുമാർ. രാഗിണി പറയുകയാണ് വാക്ക് പറഞ്ഞിട്ട് പാലിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. വിജയകുമാർ പറയുകയാണ് ഞങ്ങൾ അങ്ങനെയുള്ള കൂട്ടത്തിലുള്ളവരാണ്. 2 ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ കഥയൊക്കെ രാഗിണി പറയുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിരിക്കുകയാണ് വിജയകുമാർ. വിജയകുമാർ കരുതുകയാണ് ഇവൾ ഇതിനുള്ള പണമൊക്കെ എവിടെ നിന്നാണ് ഒപ്പിച്ചത്. അന്നേരം അവിടേക്ക് വരികയാണ് ദിലിയെ കണ്ട ആരാണെന്ന് രാഗിണി ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ മൂത്ത മോൻ, മെഡിസിന് പഠിക്കുകയാണ് ദിലീപ്. ദില്ലിയെ കണ്ട് സന്തോഷിച്ച് രാഗിണി ചോദിക്കുകയാണ് പഠിത്തമൊക്കെ കഴിയാറായോ മോനെ? കഴിയാറായി, ഇനി 1-2 മാസം കൂടിയേ ഉള്ളൂ. രാഗിണി ചോദിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ ഡോക്ടറാണല്ലേ? എനിക്ക് ഡോക്ടർമാരെ വലിയ ഇഷ്ടമാണ്. എൻ്റെ മക്കൾ ആരെയെങ്കിലും ഡോക്ടറാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ ആർക്കും അതിനുള്ള താല്പര്യം ഇല്ലാതായിപ്പോയി. അതിയായ സന്തോഷത്തിൽ രാഗിണി ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഡോക്ടറുള്ള വീടാണ് ഇത് അല്ലേ? രാഗിണി വിജയകുമാറിനോട് ചോദിക്കുകയാണ് കുടുംബത്തിൽ ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നത് നല്ല ഒരു ഗമയല്ലേ വിജയ? അതും പൈസ കൊടുക്കാതെ അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അതത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. വിജയകുമാർ പറയുകയാണ് എൻ്റെ മക്കൾ 3 പേരും പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ് പൈസ കൊടുത്ത് അഡ്മിഷനും ജോലിയും ഒക്കെ വാങ്ങിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇത് കേട്ട് രാഗിണി ചോദിക്കുകയാണ് നിന്റെ താല്പര്യം ഉള്ള ജോലി കളയുന്നതായിരിക്കും അല്ലേ? രാഗിണിയുടെ ആ ചോദ്യം ഇഷ്ടപ്പെടുകയാണ് വിജയകുമാറിന്. രാഗിണിയും ഗംഗാധരനും പോയ ശേഷം ദിലി ചോദിക്കുകയാണ് അവരെന്താ ഇങ്ങനെ ഒരു വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കൾച്ചറും അവർക്കില്ലല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ല മോനെ, അവരൊരു കർക്കശ സ്വഭാവക്കാരിയാണ്, അത്രേ ഉള്ളൂ. വിജയകുമാർ പറയുകയാണ് അത്യാവശ്യം നല്ലൊരു ക്രിമിനലാണ് അവര്. ഈ ജയിലിൽ കിടന്നിട്ട് വന്നവരൊക്കെ ഇതിൽ കൂടുതൽ എന്ത് നല്ല സ്വഭാവം കാണിക്കാനാണ്? പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണാവോ അമ്മ മകളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഞാൻ പയ്യനെ മാത്രമേ നോക്കിയുള്ളൂ, അവൻ ഒരിക്കലും അവളെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലില്ലി പറയുകയാണ് അങ്ങനെ നോക്കിയാൽ എന്തെങ്കിലും പോരായ്മയുള്ള കൂട്ടത്തിൽ നിന്നല്ലാതെ ഇവൾക്കിനി ചെറുക്കനെ കിട്ടാൻ പോകുന്നില്ല. അത് നോക്കുമ്പോൾ അമ്മായിയമ്മ ജയിലിൽ കിടന്നതൊന്നും ഒരു കുറ്റമേ അല്ല. എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും വിവാഹത്തിന് വിളിക്കാൻ പോകുന്നില്ല, ഇവളെ പറ്റി എൻ്റെ മിക്ക ഫ്രണ്ട്സിനും അറിയാം. ഇത് കേട്ട് വിഷമിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയും ദീപയും. അത്രയും പറഞ്ഞ് ദിലി പോകുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഇനി അവനും അവൻ്റെ അച്ഛനെ പോലെ ആകുമോ എന്നാണ് എൻ്റെ സംശയം. വിജയകുമാർ പറയുകയാണ് അച്ഛനെ പോലെ ആയാൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ അവനൊരു ഡോക്ടറാണെന്നറിഞ്ഞപ്പോഴാണ് ജയലാലിന്റെ അമ്മയുടെ മുഖത്തൊരു ചിരി വന്നത്. അതേസമയം രാഗിണിയും ഗംഗാധരനും തിരികെ വരുന്നത് നോക്കി നിൽക്കുകയാണ് ജയലാൽ. കാറിൽ നിന്നും ഇറങ്ങുന്ന രാഗിണിയുടെ ചിരിച്ച മുഖം കണ്ട് ജയലാൽ കരുതുകയാണ് മുഖത്ത് ദേഷ്യമൊന്നും ഇല്ല. അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ടെന്ന് പറയുകയാണ് രാഗിണി. 2 പെൺകുട്ടികൾക്ക് മുകളിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നുവെന്ന് നീ പറഞ്ഞു, പക്ഷെ ആ പയ്യൻ MBBS പഠിക്കുകയാണെന്ന് നീ എന്നോട് പറഞ്ഞില്ല. ഞാൻ എപ്പോഴും സൂചിപ്പിച്ചായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് സൂചിപ്പിക്കുകയൊന്നും ചെയ്തില്ല, അങ്ങനെ ചെയ്തെങ്കിൽ രാഗം അത് മറക്കുമോ? ഒരു കാര്യം ഒരു തവണ കേട്ടാൽ അതീ തലച്ചോറിനകത്ത് നിൽക്കും. രാഗിണി പറയുകയാണ് നീ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ആ പയ്യൻ ഡോക്ടറാണെന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് വക്കീലന്മാരെ ഇഷ്ടമല്ല, പക്ഷെ ഡോക്ടർമാരെ ഉണ്ടല്ലോ എനിക്ക് ജീവനാണ്. എൻ്റെ മക്കളിൽ ആരെയെങ്കിലും ഡോക്ടർ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള ബുദ്ധിശക്തിയുള്ള ആരും ഇല്ലാതായിപ്പോയി. എന്നാൽ നിന്നെ കൊണ്ടതിന് കഴിയുമായിരുന്നു, പക്ഷെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ നീ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനങ്ങ് പോയി. ആദരൻ പതിയെ പറയുകയാണ് അതുകൊണ്ട് ഇവൻ 10 കാശുണ്ടാക്കി. അത് കേട്ട് രാഗിണി ചോദിക്കുകയാണ് എന്താ ഡോക്ടർമാർക്ക് തിരക്ക് കുറവുണ്ടോ? അങ്ങനെയല്ല, ഡോക്ടർമാർക്ക് എപ്പോഴും തിരക്കായിരിക്കും. ഇതാകുമ്പോൾ മോൻ ഇഷ്ടമുള്ളപ്പോൾ പോകാം, സ്വന്തം ഷോറൂമല്ലേ. രാഗിണി പറയുകയാണ് ആ പയ്യൻ ഡോക്ടറാണെന്ന് മാത്രമല്ല കാണാനും കൊള്ളാം. ഒരു ഡോക്ടറുടെ പെങ്ങളെയാണ് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ പറയാൻ ഒരു ഗമയൊക്കെ ഉണ്ട്. ജയലാൽ ചോദിക്കുകയാണ് സ്വർണ്ണമൊക്കെ കണ്ടായിരുന്നോ? ചിരിച്ച് സന്തോഷിച്ച് രാഗിണി പറയുകയാണ് കണ്ടു, എല്ലാം കൊള്ളാം, എല്ലാം പുതിയ സ്വർണ്ണമൊക്കെ തന്നെയാണ്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.